ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സഭ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വമാണിത്. ഒരു ദൈവവും ആ ദൈവത്തിൽ മൂന്നാളുകളും. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. നമുക്ക് ആർക്കും ഇത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. വെളിപ്പെടുത്തി തന്നാൽ മാത്രം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണത്. അതുകൊണ്ടാണ് ദൈവം രഹസ്യമാണ്, ദൈവിക രഹസ്യം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. രഹസ്യം എന്ന വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്. വെളിപ്പെടുത്തി തന്നാൽ മാത്രം, ദൈവം വെളിപ്പെടുത്തി തന്നാൽ മാത്രം ഒരാൾക്കത് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ഈശോ പറഞ്ഞു, പത്രോസേ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയുടെ വിശ്വാസം അടിസ്ഥാനപരമായിട്ടൊരു രഹസ്യമാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരാൾക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ത്രിത്വൈക രഹസ്യമെന്ന് പറയുന്നത്. എന്താണ് ഈ ത്രിത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്? വേർപിരിയാനാവാത്ത ബന്ധമാണ്, സ്നേഹമാണ് പരിശുദ്ധ ത്രിത്വം. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നില്ല, ഞാനും പിതാവും ഒന്നാണ്. അവൻ ഭൂമിയിലായിരിക്കുമ്പോൾ അബ്ബായെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാനും പിതാവും ഒന്നാണ്, വേർപിരിയാനാവാത്തൊരു ബന്ധമാണ്. പിതാവിൻ്റെ പക്കൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ പിതാവുമായിട്ട് ഗാഢബന്ധത്തിലായിരിക്കുന്ന പുത്രൻ, വേർപിരിയാനാവാത്ത ബന്ധം, അതാണ് പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്. പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവുമൊക്കെ പരിപൂർണമായിട്ട് കുടികൊള്ളുകയാണ്. ആ തൃത്വീയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത അതാണ്, വേർപിരിക്കാനാവാത്ത ബന്ധം. അതുകൊണ്ടാണ് വിവാഹത്തിൻ്റെ കൂദാശകർമ്മം ആഘോഷിക്കുമ്പോൾ കാർമ്മികനിങ്ങനെ പ്രാർത്ഥിക്കുന്ന, തൃത്വത്തിൻ്റെ മാതൃകയിൽ ഒരു കുടുംബം രൂപപ്പെടുത്താനായിട്ട് കഴിയട്ടെ എന്ന്. വേർപിരിയാനാവാത്തൊരു ബന്ധമാകണമെന്ന്. ഇനി എന്താണ് ഈ വേർപിരിയാനാവാത്ത സ്നേഹത്തിൻ്റെ മനോഹാരിതയും സൗന്ദര്യവും? എന്താണ് അത്? വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ്. പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കുന്ന ഒരു സ്നേഹമാണ് തൃത്വത്തിൻ്റെ സ്നേഹം. ആർക്കാണ് ദൈവം വിട്ടുകൊടുക്കുന്നത്? അർഹതയില്ലാത്ത മനുഷ്യര്, പാപം മൂലം വീണുപോയ മനുഷ്യർക്ക് സ്വന്തം മകനെ വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ് തൃത്വത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് തൃത്വൈക സ്നേഹത്തിൻ്റെ ആഴമൊന്നും മനസ്സിലാക്കണമെങ്കിൽ ഈ വിട്ടുകൊടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമെന്നാണെന്ന് മനസ്സിലാക്കണം. സ്വയം ശൂന്യമാക്കുന്ന, സമർപ്പിച്ചു കൊടുക്കുന്ന സ്നേഹം തിരിച്ചറിയാൻ നമ്മൾ ശ്രമിച്ചെങ്കിലേ തൃത്വൈക ദൈവത്തിൻ്റെ സ്നേഹമെന്നാണ് നമുക്കറിയാൻ കഴിയും. വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ്. അബ്ബ തൻ്റെ മകനെ വിട്ടുകൊടുക്കുകയാണ്. പാപം മൂലം തകർന്നുപോയ മനുഷ്യനെ വിമോചിപ്പിക്കുവാനായിട്ട് തൻ്റെ ഏകജാതം നൽകുവാൻ തക്കതിന് വണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈശോ ഇങ്ങനെ കുരിശിൻ്റെ വിരുമാറിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അബ്ബാ, നീ എന്നെ കൈവിട്ടോ? ചിലപ്പോഴെങ്കിലും ചിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അച്ഛാ, ഈ പിതാവ് ഇത്രയും ക്രൂരനായിരുന്നു, ഈ സഹനം ഇങ്ങനെ കണ്ടുകൊണ്ട് വെറുതെ നിൽക്കുകയാണോ? എന്തേ ഒന്നും ചെയ്തില്ല? തൻ്റെ ഏകജാതൻ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, അബ്ബാ, നീ എന്നെ കൈവിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓർക്കണം, ആ പിതാവും ആ മകനൊപ്പം സഹിക്കുകയാണ്. ആ പിതാവ് ആ മകനൊപ്പം സഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടമുണ്ടായെന്ന് വിചാരിക്കുക. ഗൗരവമായ അപകടമുണ്ടാകുന്ന കുഞ്ഞിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യുകയാണ്. നമ്മളോട് ഡോക്ടർ പറയുകയാണ്, ഈ കുഞ്ഞിൻ്റെ സർജറി നിങ്ങൾക്ക് വേണമെങ്കിൽ T
വിയിലൊന്ന് കാണാവുന്ന ഒരു അനുവാദം തന്നാൽ നമ്മളിൽ എത്ര മാതാപിതാക്കന്മാർ കണ്ടുകൊണ്ടിരിക്കും? നമ്മളിൽ ആർക്കുണ്ട് ആ ഓപ്പറേഷൻ ഇങ്ങനെ കുഞ്ഞിനെ കീറി മുറിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ആത്മധൈര്യം നമ്മളിൽ ആർക്കുണ്ട്? ഇതുപോലെയാണ് തൻ്റെ ഏകമകൻ കുരിശിൽ പിടയുമ്പോൾ അപ്പനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ നെഞ്ചു പൊട്ടിക്കൊണ്ട് അവൻ ആ മകനോടൊപ്പം സഹിക്കുകയാണ്, വിട്ടുകൊടുക്കുകയാണ്. കാരണം അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ട് ചിന്തപ്പെടുന്നതും തകർക്കപ്പെടുന്നതുമാണ് തൻ്റെ മകൻ്റെ ജീവിതമെന്നറിയാവുന്നവൻ വിട്ടുകൊടുക്കുകയാണ്. അതാണ് ത്രിത്വൈക സ്നേഹമെന്ന് പറയുന്നത്. വിട്ടുകൊടുക്കുന്ന സ്നേഹം. തനിക്ക് വേണ്ടി കരുതി വയ്ക്കാതെ തന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഞാനും നിങ്ങളും ഈ ത്രിത്വിക സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന വാഹകരായിട്ട് മാറുന്നത്. നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് പ്രയാസമുള്ളതാണല്ലേ ഈ പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കുന്ന സ്നേഹമെന്ന് പറയുന്നത്. പിടിച്ചടക്കാനും സ്വന്തമാക്കാനും കഴിയുന്നതാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ എന്തിനാണ് സങ്കടപ്പെട്ടത്? എന്നെ ആരും സ്നേഹിച്ചില്ല എന്ന്. അതിന് മറുവശമൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു. കിട്ടണമെന്ന് കരുതിയതിനെ എത്രമാത്രം കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞു. എനിക്ക് ലഭിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചപ്പോൾ ഞാൻ എത്രമാത്രം തിരികെ കൊടുത്തു എന്നുള്ളൊരു ആത്മശോധന ഓരോ ദിവസവും നമ്മളെ നയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്നേഹത്തിൽ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ സംഭവിക്കുകയാണ്. എൻ്റെ സ്നേഹത്തിൻ്റെ സംസ്കാരത്തിലും എൻ്റെ സ്നേഹത്തിൻ്റെ ശൈലികളിലും എവിടെയൊക്കെ ഞാൻ തോറ്റുപോകുന്നുണ്ട്. എനിക്ക് ആഗ്രഹം ലഭിക്കണമെന്ന് മാത്രമാണ്. അവിടെയാണ് ത്രിത്വിക സ്നേഹത്തിലേക്ക് നമ്മൾ ഇനി കടന്നു വരേണ്ടത്. വീണുപോയ ഒരാൾക്കും അർഹതയില്ലാത്ത ഒരാൾക്കും വിട്ടുകൊടുക്കുന്ന സ്നേഹമായിട്ട് മാറണം. നമ്മൾ ഇന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ആഴമായ ബന്ധം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് ഭരിക്കട്ടെ. വേർപിരിയാനാവാത്ത ബന്ധത്തിൽ നിന്നും വിട്ടുകൊടുക്കുന്നൊരു സ്നേഹമായിട്ട് മാറുമ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധ തൃത്വത്തിൻ്റെ ജീവിക്കുന്ന മാതൃകളായിട്ട് മാറുക. നമുക്കുള്ള നിയോഗവും വിളിയും അതാണ്. ഒരു യുവദമ്പതികളെ പരിചയമുണ്ട്. അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഒന്നും അവർ പങ്കുവയ്ക്കാറുണ്ട്. വിവാഹജീവിതത്തിൻ്റെ ആദ്യത്തെ 2 വർഷങ്ങൾ വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വസ്ഥമായിട്ട് പോയ 2 പേര്. അങ്ങനെ ഇരിക്കെ നിസ്സാരമായ കാര്യങ്ങളും തുടങ്ങി പ്രശ്നങ്ങളാവുകയാണ്. 2 ആഴ്ചക്കാലം 2 പേരും തമ്മിൽ നന്നായിട്ട് വഴക്കുണ്ടാക്കി. ഒരു ദിവസം രാവിലെ വടക്ക് 2 പേരും കൂടെ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിലാണ് താമസം. വടക്ക് അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ അവന് തോന്നി ഇനിയും ആ വീട്ടിൽ നിന്നാൽ അവളുടെ മേൽ കൈവയ്ക്കും. അതുകൊണ്ട് അവൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ പലതവണ വിളിച്ചു, ഫോണെടുത്താലും വഴക്കാണ്. വൈകുന്നേരമാകുമ്പോൾ ഈ വഴക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഫോൺ ഓഫാക്കി. സന്ധ്യയോടുകൂടെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഇവൻ തിരിച്ചു വരുന്നത്. ഇവൻ തിരിച്ചു വരുമ്പോൾ ഈ കൊച്ച് ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിൽ ഇങ്ങനെ ഇവനും കാത്തിരിപ്പുണ്ട്. അവനെന്ന് ദേഷ്യത്തിനും അല്പം ധൈര്യത്തിനുമൊക്കെ അപൂർവമായിട്ട് ചെയ്യുന്ന, ജീവിതത്തിൽ പൂർണ്ണമായും നിർത്തിയൊരു കാര്യമാണ് വിവാഹശേഷം അവൻ ബാറിൽ കയറി അല്പം മദ്യപിച്ചൊക്കെയാണ് എത്തിയിരിക്കുന്നത്. പിന്നെ വരവ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. കാരണം അവൾക്ക് വാക്ക് കൊടുത്തതാണ് വിവാഹ ജീവിതത്തിൻ്റെ അന്ന് ഇനി മദ്യപിക്കത്തില്ലെന്ന്. അവളൊന്നും മിണ്ടിയില്ല. പോയി കുളിച്ചു വരാൻ പറഞ്ഞു. അവൻ പോയി കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ അവളെ മേശപ്പുറത്ത് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മേശപ്പുറം നിറയെ ഭക്ഷണങ്ങളാണ്. അത് അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രമാണ്. അവനെന്തെല്ലാം താല്പര്യമുണ്ടോ, എന്താ ആഹാരങ്ങൾ അവന് ഇഷ്ടമുണ്ടോ അതെല്ലാം അവളിങ്ങനെ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ട് 2 പാത്രം ഒരുക്കി വെച്ചിട്ട് വാ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടെ നിശബ്ദതയാണ്. അവൾ അവൻ്റെ പാത്രത്തിലേക്ക് ആദ്യം വിളമ്പി വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവനും തിരികെ വിളമ്പി വെച്ചു. മൗനമായിട്ട് എന്നാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞവസാനിപ്പിച്ച് അവർ ഉറങ്ങുകയാണ്. 2 ദിവസം കഴിഞ്ഞ് കാണാൻ വന്നപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവളോട് വെറുതെ ചോദിച്ചു, എന്തിനാ ഇത്രയധികം ഒരുക്കങ്ങളായിട്ട് കാത്തിരുന്നത്? അവൾ പറഞ്ഞൊരു കൊച്ചു വാക്കുണ്ടച്ചാ,
വാശി പിടിക്കുന്നിടത്തൊക്കെ തോറ്റുപോകും, വിട്ടുകൊടുക്കുന്നിടത്തൊക്കെ വിജയിക്കും. വാശി പിടിക്കുന്നിടത്തൊക്കെ തോറ്റുപോകും, വിട്ടുകൊടുക്കുന്നിടത്തൊക്കെ വിജയിക്കും. ഞാനൊന്ന് വിട്ടുകൊടുത്തപ്പോൾ ഞങ്ങളുടെ ജീവിതം എത്ര മനോഹരമായിട്ട് മാറി. ഇതാണ് തൃത്വം തരുന്നൊരു സ്നേഹം. അർഹതയില്ലെന്നും യോഗ്യതയില്ലെന്നും കരുതുന്ന ഇടങ്ങളിലേക്ക് ചിലപ്പോഴൊക്കെ സ്നേഹമായിട്ട് മാറുമ്പോൾ നമ്മളൊക്കെ ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ മാതൃകകളും ജീവിതവുമാവുകയാണ്. നമുക്ക് ഈ കുർബാന അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, ഇടപെടുന്ന ഓരോ മേഖലകളിലും ഈ തൃത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ വാഹകരാകുവാൻ നമുക്ക് പെരിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.